1945 ഓഗസ്റ്റ് മാസം 6-ാം തീയതി, കൃത്യമായിട്ട് പറഞ്ഞാൽ ഇന്നേക്കൊരു 79 വർഷങ്ങൾക്ക് മുമ്പാണ് ഹിരോഷിമയിൽ അണുബോംബ് വർഷിച്ചത്. ഒരുപാട് പേര് മരിച്ച ഒരു സംഭവമൊക്കെ ആയിരുന്നു. ഇന്നും ലോകം ഏറ്റവും വേദനയോടെ ഓർക്കുന്ന ഒരു ദിവസങ്ങളിലൊന്നാണ് ഈ ഹിരോഷിമ സംഭവം. നമ്മുടെ 2-ാം ലോക മഹായുദ്ധ കാലത്ത് ജപ്പാൻ അമേരിക്കയിൽ പേൾ ഹാർബർ, ഹവായ് ദ്വീപിലെ പേൾ ഹാർബർ ആക്രമിച്ചതിന് ജപ്പാൻ ഒരു തിരിച്ചടി എന്നോണം കൂടിയാണ് അവർ ഇങ്ങനൊരു അണുബോംബ് അവിടെ വർഷിച്ചത്. അവസാന ശ്രമമായിരുന്നു, എങ്ങനെയെങ്കിലും ഒരു തിരിച്ചടി കൊടുക്കണം എന്നുള്ള ശ്രമത്തോടെയാണ് അവരത് ചെയ്തത്. ഒരുപാട് പേര്, ലക്ഷക്കണക്കിന് പേരാണ് ആ ഒരു ദുരന്തത്തിൽ, ഹിരോഷിമയിലും നാഗസാക്കിയിലൊക്കെ ആയിട്ട് നടന്ന ആ ഒരു ദുരന്തത്തിൽ മരിച്ചത്. ഇപ്പോൾ ഈ അണുബോംബ് എന്ന് പറയുമ്പോൾ ഒരുപാട് പേര് മരിച്ച ഒരു സംഭവമാണ്, വലിയൊരു ദുരന്തമാണെന്നൊക്കെ അറിയാം. പക്ഷെ അതിൻ്റെ ഒരു സയൻറ്റിഫിക് സൈഡ് എന്തായിരുന്നു, ശാസ്ത്രീയ വശം എന്തായിരുന്നു ഈ അണുബോംബിൻ്റെ? ഒരു ആറ്റം ബോംബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ന്യൂക്ലിയർ ബോംബ്, അതിൻ്റെ ബേസിക് വർക്കിംഗ് എന്ന് പറയുന്നത് ഐൻസ്റ്റീൻ്റെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ്, E=mc² എന്ന് പറയുന്നത്. ശരിക്കും തിയറി ഓഫ് റിലേറ്റിവിറ്റി എന്ന് പറഞ്ഞ ബേസിൽ. പക്ഷേ ആ ഒരു തിയറിയിൽ നിന്നും E=mc² എന്ന് പറഞ്ഞ ഇക്വേഷനിൽ നിന്നും റോബർട്ട് ഓപ്പൻഹൈമറിൻ്റെ കീഴിലാണ് ഈ ഒരു വലിയൊരു പ്രോജക്റ്റ് തന്നെ വർക്ക് ചെയ്തത്. ആ പ്രോജക്റ്റിനാണ് നമ്മൾ മാൻഹാട്ടൻ പ്രോജക്റ്റ്. ഓപ്പൻഹൈമർ സിനിമയിൽ വളരെ ഫേമസ് ആയിട്ട് കുറേ കാര്യങ്ങൾ പറയുന്നത്. അതിൻ്റെ ഒരു സയൻറ്റിഫിക് ബേസിൽ ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു ആറ്റം ബോംബ് വർക്ക് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഉള്ളിലൊരു നല്ലൊരു വലിയൊരു ആറ്റം വേണം. ഒന്ന്, നമുക്ക് 2 ന്യൂക്ലിയർ ആറ്റം ബോംബുകളാണ് ഉണ്ടായിരുന്നത്, ലിറ്റിൽ ബോയും ഫാറ്റ്മാനും. ലിറ്റിൽ ബോയിൽ വന്നിരുന്ന യുറേനിയം എന്ന് പറഞ്ഞിട്ട് Uranium-235 എന്ന് പറയുന്നൊരു ആറ്റമാണ്. ഇതെന്ന് പറഞ്ഞാൽ ഭയങ്കര വലുതാണ്, ഇത് ഭയങ്കര അൺസ്റ്റേബിളാണ്, ഒരിക്കലും അങ്ങനെ അതിന് നിൽക്കില്ല. അപ്പോൾ ഞാൻ പോയിട്ട് ഒരു ഇലക്ട്രോണെ കൊണ്ടുവന്നിട്ട് ഇടിച്ചു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ ചെറിയ ചെറിയ പീസസ് ആയിട്ട് മാറും. ഇങ്ങനെ ചെറിയ ചെറിയ പീസസ് ആയിട്ട് മാറുമ്പോൾ അതിൽ നിന്ന് കുറേ എനർജി വരും. ശരിക്കും പറഞ്ഞാൽ ഇതിനെയാണ് ന്യൂക്ലിയർ ഫിഷൻ എന്ന് വിളിക്കുക. ഇങ്ങനെ ന്യൂക്ലിയർ ഫിഷൻ നടക്കുമ്പോൾ കുറേ എനർജി ഉണ്ടാവും. ആ ഒരു എനർജിയുടെ പ്രിൻസിപ്പിളിലാണ് ശരിക്കും പറഞ്ഞാൽ, അങ്ങനെ എനർജി ഉണ്ടാവുന്നതിൻ്റെ പ്രിൻസിപ്പിളാണ് ശരിക്കും ഈ ന്യൂക്ലിയർ ആറ്റം ബോംബുകൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൽ 2ലും വന്നിരുന്നത്, ലിറ്റിൽ ബോയിൽ വന്ന യുറേനിയം എന്നാണെങ്കിൽ നമ്മുടെ ഫാറ്റ്മാനിൽ ഉപയോഗിച്ച പ്ലൂട്ടോണിയം എന്ന് പറയുന്നൊരു എലമെൻറ്റാണ്. അതിന് 239 ആണ് അതിൻ്റെ ആറ്റം. അപ്പോൾ ഒന്നും കൂടി വലുതാണ്. സ്റ്റിൽ അപ്പോൾ എന്തായിരിക്കും അതിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത് കുറച്ചും കൂടുതലായിരിക്കും. നിസ്സാരം ഒരാറ്റം വെച്ചിട്ടല്ല, ഒരാറ്റത്തിൽ നിന്ന് തന്നെ ഇത്രയും ഉണ്ടാവും. നമ്മളിപ്പോൾ ന്യൂക്ലിയർ റിയാക്ടറുകളൊക്കെ വർക്ക് ചെയ്യുന്ന ഇതേ തിയറി യൂസ് ചെയ്താൽ, ന്യൂക്ലിയർ ഫിഷൻ ഉപയോഗിച്ചിട്ടാണ്. അവിടെ ഇത്രയും എമൗണ്ട് ഓഫ് എനർജി ഉണ്ടെങ്കിൽ ആ ബോംബിൽ നിന്ന് എന്തോരം ഉണ്ടാകുമെന്ന് നമുക്ക് അറിയാം. ഏകദേശം പറഞ്ഞാൽ ഒരു 64 കിലോഗ്രാം ഒക്കെയാണ് Uranium-235 നമ്മൾ ലിറ്റിൽ ബോയ് എന്ന് പറഞ്ഞത്. ആൾ ചെറുതാണെങ്കിലും അത്രയും നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ അന്ന് ഈ പറഞ്ഞ മാതിരി എത്ര ലക്ഷം, 1 ലക്ഷത്തിൻ്റെ അറൗണ്ട് ആൾക്കാർ ഒറ്റയടിക്കാണ് മരിച്ചത്. ഏകദേശം കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഹിരോഷിമ എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്ത് 3 ലക്ഷത്തോളം പേരാണ് അവിടെ ജനസംഖ്യയായിട്ടുണ്ടായിരുന്നത്. അതിൽ ഈ ലിറ്റിൽ ബോയ് എന്ന് പറയുന്ന ഒരു അണുബോംബ്, അത് ഏകദേശം ഒരു കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഒരു 600 മീറ്റർ ഉയരത്തിൽ വെച്ചിട്ടാണ് ഇത് പൊട്ടിത്തെറിക്കുന്നത്. ഇതിൻ്റെ എനോള ഗേ എന്ന് പറഞ്ഞിട്ടുള്ള വിമാനത്തിൽ നിന്നാണ് സംഭവം വരുന്നത്. അപ്പോൾ ഏകദേശം ഈ 3 ലക്ഷത്തോളം ജനസംഖ്യയുള്ള സ്ഥലത്ത് 80,000 പേര് ഒരൊറ്റ അടിക്ക് മരിച്ചു പോകാനായിട്ട് 1 സെക്കൻഡിൻ്റെ പകുതി സമയം മാത്രമേ എടുത്തുള്ളൂ. ശരിയാണ്. അത്രയും വലിയൊരു ദുരന്തമായിരുന്നു ആ ഒരു സംഭവം. ന്യൂക്ലിയർ ആറ്റം ബോംബിൻ്റെ ശരിക്കും പറഞ്ഞാൽ അത്രയും വലിയ പ്രഹരശേഷി എന്ന് പറയുന്നത്. ഇന്നും നമ്മളിപ്പോൾ ന്യൂക്ലിയർ മിസൈൽസ് ഒക്കെ ഉണ്ടാക്കുന്ന രാജ്യങ്ങളുണ്ട്, ഇന്ത്യയും അതിലൊരെണ്ണമാണ്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രഹരശേഷി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും. പക്ഷേ ഇതിൻ്റെ ഒരു നല്ല വശം കൂടിയുണ്ട്. ഇന്നേക്കുള്ളതിൽ വെച്ച് ഏറ്റവും ക്ലീനസ്റ്റ് ആയിട്ടുള്ള ഒരു ഫ്യൂവൽ നമുക്കെന്ന് പറഞ്ഞാൽ ന്യൂക്ലിയർ ഫ്യൂവലാണ്. 80,000 പേര് ആ ഒരു സ്പോട്ടിൽ തന്നെ ഈ സ്പോട്ടിൽ ആ ഒരു എനർജിയുടെ ഒപ്പം തന്നെ ഈ റേഡിയേഷൻസും ഉണ്ട്. എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഹിരോഷിമയിലും നാഗസാക്കിയിലും ഈ ഒരു റേഡിയേഷനും കൂടി അഫക്റ്റഡ് ആണ്. അതെ, ബാക്കി വരുന്ന ഈ 3 ലക്ഷത്തിൽ ബാക്കി വരുന്ന ജനവിഭാഗം ഉണ്ടായിരുന്നല്ലോ, അവര് ഈ റേഡിയേഷന്റെ ആഫ്റ്റർ എഫക്റ്റുകൾ കുറേ ഉണ്ടാവും. അവർക്ക് ജനറേഷൻ അടുത്തടുത്ത തലമുറകൾ വരുമ്പോഴത്തേക്ക് അതിലും കുറേ പ്രശ്നങ്ങളുണ്ടാവും. കുട്ടികൾ വളരുമ്പോൾ അതിനൊരു ഇതുണ്ടാവില്ല, അവർക്ക് എന്തെങ്കിലുമൊക്കെ വൈകല്യങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ബട്ട് സ്റ്റിൽ നല്ലൊരു നാളേക്ക് ആയിട്ട് ഫ്യൂച്ചറിലോട്ട് നമുക്ക് വരാൻ പോകുന്ന എനർജി സോഴ്സ് ആയിട്ട് പറയാം. പല ഫിക്ഷൻ ഇത് ബുക്കുകളിലും കാര്യങ്ങളൊക്കെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. എന്ന് വെച്ചാൽ ന്യൂക്ലിയർ എൻജിൻസ് എന്നൊക്കെ പറഞ്ഞ് സ്റ്റാർ ട്രെക്കിലും സ്റ്റാർ വാർസ് ഇതിലൊക്കെ അവരൊക്കെ യൂസ് ചെയ്യുന്ന ഈ പറഞ്ഞ ന്യൂക്ലിയർ എൻജിൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ്. പല കൺട്രികളിലും ന്യൂക്ലിയർ എൻജിനുകൾ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലോട്ടുള്ള ചെറിയ ന്യൂക്ലിയർ റിയാക്ടറിലോട്ടൊക്കെ മാറ്റാനായിട്ടുള്ള റിസർച്ചുകൾ നടന്നുകൊണ്ടിരിക്കുക. സാർ ഇപ്പോൾ പറഞ്ഞപ്പോൾ ഒരുപാട് അഡ്വാൻറ്റേജസ് ഇതിനുണ്ട്. പക്ഷേ ഇതെങ്ങനെ മറ്റൊരാൾക്ക് ദോഷമായിട്ട് ഉപയോഗിക്കാം എന്നുള്ളത്
അന്ന് അമേരിക്ക കാണിച്ചു തരികയാണ് ചെയ്തത്. ഒരുപാട് പേര് മരിച്ച ഒരു സംഭവം. അത് നമുക്കൊരിക്കലും അതിലോട്ട് എന്ത് കാര്യത്തിനും ഒരു നല്ല വശവും ചീത്തവശവും ഉള്ള പോലെ തന്നെ ഇതിനുമുണ്ട്. പക്ഷേ ഇവിടുത്തെ ചീത്തവശം എന്ന് പറയുന്നത് കുറച്ചും കൂടി വലുതായി മാറിയാണ്. അതെ, ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഹിറോഷിമയുടെ അല്ലെങ്കിൽ നാഗസാക്കിയുടെ ഈ 2 ദിവസങ്ങൾ നമ്മൾ ആലോചിക്കുക അല്ലെങ്കിൽ ഓർമ്മിപ്പിക്കുന്നത് ഇങ്ങനൊരു ദിവസം ഇനി ഉണ്ടാകരുത് എന്നുള്ള ഒരു ഓർമ്മയിൽ തന്നെയാണ്. അതെ, എന്തായാലും ഇങ്ങനൊരു ദിവസങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനൊരു സംഭവങ്ങൾ ഇനി ഇല്ലാതിരിക്കട്ടെ അല്ലേ? അതെ.